ജെയ്മി ബ്രദറിൻ്റെ മരണത്തിൽ ദുഃഖാർത്തരായിട്ടിരിക്കുന്ന കുടുംബാംഗങ്ങളെ, പ്രിയ സഹോദരങ്ങളെ, ഡിവൈൻ പോട്ട ശുശ്രൂഷയുടെ ആരംഭം മുതൽ ഈ നിമിഷം വരെ മുഴുവൻ സമയവും ശുശ്രൂഷയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച, വിശുദ്ധമായ ഒരു ജീവിതം നയിച്ച ഒരു സഹോദരൻ്റെ മഞ്ചത്തിന് മുമ്പിലാണ് നമ്മളെല്ലാവരും കൂടിയിരിക്കുന്നത്. എൻ്റെ ചില ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഞാൻ പോട്ടയിൽ ആയിരിക്കുമ്പോഴാണ് ജെയ്മിയുമായിട്ട് പരിചയപ്പെടുന്നത്. ജെയ്മിയുടെ ജീവിതത്തിൽ ഏറ്റവും ആദ്യത്തെ ഒരു വേദനാജനകമായ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ജെയ്മിക്ക് ഏതാണ്ടൊരു 16-17 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അപ്പൻ ട്രെയിൻ അപകടത്തിൽ മരിക്കുന്നത്. അപ്പോൾ ജെയ്മിയാണ് മൂത്തയാൾ. 4 സഹോദരിമാർ, അനുജൻ. അമ്മയാണെങ്കിൽ വലിയ ആരോഗ്യമുള്ള ആളൊന്നുമല്ല. ഈ കുടുംബത്തിൻ്റെ പ്രാരാബ്ധം ജെയ്മി ഏറ്റെടുത്തു. അങ്ങനെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് പോട്ടയിലെ ശുശ്രൂഷയുമായി ജെയ്മി ബന്ധപ്പെടുന്നത്. അതിനുശേഷം ഇന്ന് വരെ ഈ ശുശ്രൂഷയിലാണ് അദ്ദേഹം മുഴുവനായി തൻ്റെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് നീങ്ങിയത്. ആരംഭ കാലഘട്ടത്തിൽ പോട്ടയിലെ അനുദിന ശുശ്രൂഷയിൽ, അവിടുത്തെ ലഘുഭക്ഷണ വിതരണത്തിൽ സജീവമായി പങ്കുചേർന്നുകൊണ്ട് ആരംഭിച്ച ശുശ്രൂഷാ ജീവിതം, അനുദിനം വചനം കേൾക്കാൻ വരുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആ ശുശ്രൂഷയിലാണ് ആദ്യം ജെയ്മി ഇടപെട്ട് പങ്കെടുത്ത് ചേർന്നത്. അതേ തുടർന്ന് പിന്നീട് വചനോത്സവം മാസിക, അതിൽ സഹായിക്കാനായിട്ട് ജെയ്മിയുടെ സമയം ചെലവഴിക്കുകയുണ്ടായി. വചനോത്സവം മാസികയുടെ ഏതാനും ഒരു 8-9 മാസത്തെ അല്ല, ഒരു വർഷത്തെ തന്നെ എല്ലാ വരിക്കാരും ആ മാസിക ജെയ്മി ബ്രദർ സ്റ്റാമ്പ് ചെയ്ത ആ മാസികയാണ് എല്ലാവരും വായിച്ചുകൊണ്ടിരുന്നത്. രാത്രിയുടെ യാമങ്ങൾ മുഴുവനും ആശ്രമത്തിൽ താമസിച്ചുകൊണ്ട് ഓരോ മാസികയും സീൽ ചെയ്ത് അങ്ങനെ അത് പോസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ മുഴുവൻ സമയവും വ്യാപൃതനായി അങ്ങനെ ആ സുവിശേഷ വേല വളരെ ഭംഗിയായ രീതിയിൽ ജെയ്മി നിർവഹിച്ചു. പിന്നീട് പോട്ടയിലെ ഗാന ശുശ്രൂഷയിലും ചെറിയ തോതിൽ വചന ശുശ്രൂഷകളിലുമെല്ലാം തൻ്റേതായ പങ്ക് അദ്ദേഹം വഹിച്ചുകൊണ്ടിരുന്നു. ജെയ്മി ഏറ്റെടുക്കുന്ന എല്ലാ ശുശ്രൂഷകളും ഈശോയോടുള്ള സ്നേഹത്തെ പ്രതിയാണ് അദ്ദേഹം ചെയ്യുന്നത്. അതുകൊണ്ട് തൻ്റെ ആരോഗ്യവും സമയവും എല്ലാം അതിനുവേണ്ടി അദ്ദേഹം പൂർണ്ണമായി ചെലവഴിച്ചുകൊണ്ടിരുന്നു. ഒരു പരാതിയില്ലാതെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു സഹോദരനാണ്. എല്ലാ ആ ശുശ്രൂഷകളിലെല്ലാം ഉള്ളിൽ ആനന്ദം അനുഭവിച്ചിരുന്ന വ്യക്തിയാണ്. ഈ
അതിനുശേഷം പിന്നീട് ഡിവൈൻ ആരംഭിച്ചപ്പോൾ ജെയ്മി അന്ന് മുതൽ ഈ അൾത്താരയിലെ ഈ സ്റ്റേജിലെ ശുശ്രൂഷയുടെ എല്ലാം നയിക്കുന്ന, അതെല്ലാം ക്രമീകരിക്കുന്ന വ്യക്തിയായി തൻ്റെ സേവനം ഡിവൈനിൽ ആരംഭിച്ചു. ഡിവൈനിൽ സേവനം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞായറാഴ്ച ദിവസം മുഴുവൻ സമയവും കോട്ടയാശ്രമത്തിലെ ധ്യാന ശുശ്രൂഷകളിലും അതുപോലെ തന്നെ അവിടെയുള്ള കുട്ടികളുടെ വേദ പഠന ശുശ്രൂഷയിലും അദ്ദേഹം തൻ്റെ സമയം ചെലവഴിച്ചിരുന്നു. ഈ ശുശ്രൂഷകളെല്ലാം ഇവിടെ ഡിവൈനിൽ ശുശ്രൂഷയിൽ പ്രവേശിച്ചതിന് ശേഷം ഞാനിവിടെ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു ദിവസം അദ്ദേഹം ആബ്സെൻ്റ് ആയതായിട്ട് എനിക്കറിവില്ല. രാവിലെ 5:30 ആകുമ്പോൾ എത്ര മഴയായാലും ഇവിടെ ഉണ്ടാവും. ഒരു ദിവസം പോലും മുടക്കമില്ലാതെ ഇതുപോലെ ശുശ്രൂഷ ചെയ്യുക, അത് ഒരു വലിയൊരു സമർപ്പണത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനമാണ്. ഇതിനിടയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ പെങ്ങന്മാരുടെ എല്ലാം വിവാഹങ്ങൾ നടന്നു. ആ വിവാഹമൊക്കെ അദ്ദേഹം നടത്തി. ഇവിടുത്തെ ശുശ്രൂഷയിൽ ഒരിക്കലും മുടക്കം വരുത്താറില്ല. അവരുടെ മനസ്സമ്മതം കഴിഞ്ഞ ശേഷം അന്നത്തെ ദിവസം പോലും പുള്ളി ആബ്സെൻ്റ് ആകാറില്ല, ഇവിടെ ഉണ്ടാകും. അങ്ങനെ വീട്ടിലെ കാര്യങ്ങൾ നടത്തും. അതുപോലെ ശുശ്രൂഷയിൽ ഒരിക്കലും അദ്ദേഹം മുടക്കം വരുത്താറില്ല. നമുക്കറിയാം, തിങ്കളാഴ്ച ദിവസമാണ് അദ്ദേഹം മരിക്കുന്നത്. തിങ്കളാഴ്ച പ്രഭാതത്തിൽ 5:30 മണിക്ക് തന്നെ ഇവിടെ എത്തി പ്രഭാത പ്രാർത്ഥന നയിച്ചു. അതിനുശേഷം അദ്ദേഹം ചാലക്കുടി പള്ളിയിൽ പോയി കുർബാനയിൽ പങ്കെടുത്തു, കുർബാന സ്വീകരിച്ചു. അതും കഴിഞ്ഞ് ഇവിടെ വന്നു. 5 മണി വരെ ഡിവൈനിൽ ശുശ്രൂഷയിലുണ്ടായിരുന്നു. 5 മണി കഴിഞ്ഞിട്ടാണ് അദ്ദേഹം വീട്ടിലേക്ക് പോകുന്നത്. ഇതുപോലെ അൾത്താരയോട് ചേർന്ന് നിന്ന ഒരു വ്യക്തി, ഇതുപോലെ ഈശോയോടും ഈ ശുശ്രൂഷയോടും പൂർണ്ണമായി ചേർന്നിരുന്ന ഒരു വ്യക്തി, ഈ വലിയ ശുശ്രൂഷയുടെയും ത്യാഗത്തിൻ്റെ മുമ്പിൽ നമുക്ക് ഇതുപോലെ കർത്താവിന് സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയെ ദൈവം ഈ കാലഘട്ടത്തിൽ ഡിവൈനും പോട്ടയ്ക്കും എല്ലാം നൽകിയതിനെ ഓർത്ത് ഞാൻ ഈ അവസരത്തിൽ തമ്പുരാന് നന്ദി പറയുകയാണ്. സഹോദരങ്ങളെയും, നിങ്ങളൊരു പക്ഷേ വിചാരിക്കും അദ്ദേഹത്തിന് ആരോഗ്യമുണ്ടായതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നതെന്ന്. ഈ കഴിഞ്ഞ ഒരു 8 മാസമായിട്ട് തന്നെ ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ ക്രിയാലിറ്റി എന്ന് പറയുന്നത് ഏതാണ്ട് 7 1.4 മിനിമം. അതുപോലെ ആഴ്ചയിൽ 2 പ്രാവശ്യം ഡയാലിസിസ് നടത്തും. ഇതൊക്കെ ചെയ്തുകൊണ്ടാണ് പരാതിയില്ലാതെ ഇവിടെ ഈശോയുടെ അടുത്തിരുന്നു കൊണ്ട് പ്രാർത്ഥനയിലും ശുശ്രൂഷകളിലും അദ്ദേഹം വലിയൊരു സാക്ഷ്യത്തിൻ്റെ ജീവിതമാണ് നയിക്കുന്നത്. അതുപോലെ എല്ലാവരോടും സൗമ്യമായി സ്നേഹത്തോടെ, ആരോടും ദേഷ്യപ്പെടുകയാകട്ടെ ഒന്നും ചെയ്യാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് എല്ലാവരെയും കൊണ്ടു നടക്കുന്ന ദൈവത്തിൻ്റെ വരദാനങ്ങൾ കിട്ടിയ ഒരു മഹനീയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ജെയ്മിയുടെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ കുടുംബത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ അദ്ദേഹം
വേണ്ട രീതിയിൽ അവരോടെല്ലാം സ്നേഹം കാണിച്ചും അവരുടെ കാര്യങ്ങൾ ചെയ്തും ഒക്കെ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകും. അതേ സമയത്ത് ഈശോയുടെ ശുശ്രൂഷയിൽ ഒരല്പം പോലും അദ്ദേഹം ഈ നിമിഷം വരെ തടസ്സം വരുത്തിയിട്ടില്ല. എത്ര മണിക്കൂറുകളായാലും ശരി ഈ സ്റ്റേജിൽ ജെയ്മി ഉണ്ടായിരിക്കും. ആരാധന, അതുപോലെ ഗാന ശുശ്രൂഷ, പ്രാർത്ഥന നയിക്കുന്ന ആ ശുശ്രൂഷ, ഇതിലെല്ലാം തൻ്റേതായ ഭാഗഭാഗ്യത്വം പൂർണ്ണമായി നൽകിക്കൊണ്ട് ഹൃദയം ഈശോയോട് ചേർത്ത് വെച്ചുകൊണ്ട് ജീവിച്ച ഒരു അനുഗ്രഹീത വ്യക്തിയാണ് ജെയ്മി. അദ്ദേഹത്തിൻ്റെ ജീവിതം വിശുദ്ധിയുടെ ജീവിതമാണ്, അനുഗ്രഹത്തിൻ്റെ ജീവിതമാണ്. ഒട്ടേറെ ആളുകളെ വളർത്തിയ ഒരു മനുഷ്യനാണ്. ഇവിടെ ധ്യാനത്തിന് വരുന്ന ആളുകൾ, രോഗികൾ, അവരെല്ലാം അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. പല ആളുകളും ധ്യാനത്തിൻ്റെ കാര്യങ്ങളൊക്കെ ജെയ്മിയോടാണ് ചോദിക്കുക. അതെല്ലാം ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയും ഉപദേശങ്ങൾ നൽകിയും അങ്ങനെ ദൈവം നൽകിയ സമയം മുഴുവനും ഈശോയ്ക്ക് വേണ്ടി പൂർണ്ണമായി കൊടുത്തുകൊണ്ട് ഒരു അനുഗ്രഹീതമായ സാക്ഷി ജീവിതം നയിച്ച വ്യക്തിയാണ്. സഹനത്തിൻ്റെ ഒരു മനുഷ്യനാണ്. പക്ഷേ ജീവിതത്തിലുണ്ടായിട്ടുള്ള ക്ലേശങ്ങളെയോ സഹനങ്ങളെയോ അദ്ദേഹത്തെ തോൽപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അവിടെയെല്ലാം കൂടുതൽ കർത്താവിനോട് ചേർന്നതുകൊണ്ട് ശുശ്രൂഷ ചെയ്യുന്നതിൽ അദ്ദേഹം ആനന്ദം കണ്ടെത്തിയിരുന്നു. ശാരീരികമായിട്ട് വളരെയധികം വേദനകളും വിഷമതകളും അദ്ദേഹത്തിന് ഉള്ളപ്പോഴും അതെല്ലാം കർത്താവിൻ്റെ കുരിശിൽ ചേർത്ത് കാഴ്ചവെച്ച് ഈശോയിൽ ആനന്ദിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിക്കാരൻ്റെ ജെയ്മിയുടെ കാലിന് തന്നെ വേരിക്കോസ് ഇതിൻ്റെ അസുഖമെല്ലാം ഉണ്ട്. അത് പൊട്ടുകയും പിന്നെ അതിശക്തമായ വേദന അദ്ദേഹത്തിന് ഉണ്ടാകുകയും ചെയ്യാറുണ്ട്. മണിക്കൂറുകൾ ഇങ്ങനെ നിൽക്കുക എന്നത് പ്രത്യേകിച്ച് വേരിക്കോസ് ഇതിൻ്റെ അസുഖമുള്ള ഒരു വ്യക്തിക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ ജെയ്മിക്ക് അങ്ങനെയൊരു പ്രശ്നമില്ല. ആ വേദനകളെല്ലാം എങ്ങനെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നു, അതൊന്നും അദ്ദേഹം പുറത്ത് പറയാറുമില്ല. അങ്ങനൊരു പരിഭവം ഇല്ല. ഒരിക്കലും ക്ഷീണമാണെന്നോ മടുത്തെന്നോ ഒരിക്കലും പറയാതെ ഇതുപോലെ ദൈവശുശ്രൂഷയിൽ വളരെ ഓരോ ദിവസവും തീക്ഷ്ണതയോടെ സജീവമായി പങ്കെടുക്കുന്ന ഒരു ദൈവദാസനാണ് ജെയ്മി. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. തീർച്ചയായിട്ടും ഡിവൈനെ സംബന്ധിച്ചിടത്തോളം ദൈവം തന്ന വലിയ ഒരു നിധിയാണ് ജെയ്മി. തീർച്ചയായിട്ടും അദ്ദേഹം നന്നായിട്ട് ഒരുങ്ങിയാണ് ഈ മരണത്തെ സ്വീകരിച്ചത്. പ്രത്യാശയോടെയാണ് അദ്ദേഹം മരണത്തെ സ്വീകരിച്ചത്. മരണത്തിന് അപ്പുറത്തോട്ടുള്ള ജീവിതത്തെ സ്വപ്നം കണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങിയ ജെയ്മിയെ സംബന്ധിച്ചിടത്തോളം മരണമോ മരണത്തിൻ്റെ വെല്ലുവിളികളോ ഒരിക്കലും അദ്ദേഹത്തെ ക്ഷീണിപ്പിക്കുകയോ അദ്ദേഹത്തെ ദുഃഖിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. കാരണം മരണത്തിനപ്പുറത്തോട്ട് പ്രത്യാശയോടെ നോക്കാൻ കഴിയുന്ന ഒരു വലിയ പരിശുദ്ധാത്മാവിൻ്റെ സിദ്ധി അദ്ദേഹത്തിന് ഉണ്ട്. അതിനാൽ തീർച്ചയായിട്ടും ജെയ്മിയുടെ ജീവിതം, ജെയ്മിയുടെ കൂടെ നിൽക്കുന്നവർക്കും എല്ലാം വലിയ ഒരു ആത്മീയ ഉണർവ് നൽകുന്ന, പ്രചോദനം നൽകുന്ന, വിശ്വാസത്തിൽ നമ്മളെ കൂടുതലായിട്ട് കരിപ്പിടിപ്പിക്കുന്ന, പ്രചോദനം നൽകുന്ന ഒന്നായിരുന്നു. ഇവിടെയുള്ള അദ്ദേഹത്തോടൊപ്പം ശുശ്രൂഷ ചെയ്തിട്ടുള്ള അനേകം സഹോദരങ്ങളുണ്ട്. ജെയ്മി എപ്പോഴും പറയും, എനിക്ക് സ്വർഗത്തിൽ കൂടുതൽ കൂട്ടുകാരുണ്ട് എന്ന് അദ്ദേഹം പറയും. അപ്പം അതിനാൽ ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, ഡിവൈനിൽ നിൽക്കുമ്പോൾ
ഇവിടെ ധാരാളം പേര് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന കൂട്ടായ്മയിൽ അങ്ങനെ ജനലക്ഷങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ നടുക്ക് വർഷങ്ങളോളം, മാസങ്ങളോളം, ദിവസങ്ങളോളം ജീവിച്ച തനിക്ക് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാലും മാലാഖമാരുടെ സ്വർഗീയ ഗാനങ്ങളുടെ കൂട്ടായ്മയിലേക്കാണ് താൻ പോകുന്നത് എന്ന് ഓർക്കുകയും ആനന്ദിക്കുകയും ചെയ്തിരുന്ന ഒരു വിശ്വാസ ജീവിതത്തിൻ്റെ വലിയൊരു സാക്ഷിയായിരുന്നു ജെയ്മി. അപ്പം അതിനാൽ അദ്ദേഹം പറയും, എനിക്ക് ഭൂമിയും സ്വർഗവും ഒരുപോലെയാണ്. ഇവിടെ വന്നാൽ ഇവിടെ പ്രാർത്ഥനയും ഗാനവും പാട്ടും ദൈവസ്തുതിപ്പുമാണ്. അപ്പുറത്തോട്ട് പോയാലും അവിടെയും ഗാനവും മാലാഖമാരുടെ ഗാനവും ഹല്ലേലൂയയും ഒക്കെയാണ്. അങ്ങനെ ജീവിതത്തെ എപ്പോഴും ഈശോയോട് ചേർത്ത് വെച്ച് പരിശുദ്ധമായ ഒരു ആത്മീയ ജീവിതം നയിച്ച ജെയ്മിയുടെ ഈ ശവസംസ്കാര ശുശ്രൂഷയുടെ ഒരു തലേ ദിവസം എന്ന നിലയിൽ നമ്മളിവിടെ പങ്കെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ കുർബാനയിലും ഒക്കെ ജെയ്മിയുടെ മാധ്യസ്ഥം അനേകർക്ക് അനുഗ്രഹം പ്രദാനം ചെയ്യട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും സ്വർഗത്തിൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന് ഒരു മധ്യസ്ഥൻ ഉണ്ട് എന്ന വലിയ ഒരു ആശ്വാസമാണ് ഞങ്ങൾക്ക് അച്ഛന്മാർക്ക് എല്ലാവർക്കും ഉള്ളത്. ജെയ്മിയോടുള്ള ബന്ധം അത്ര ആഴമുള്ളതാണ്. അതുപോലെ കുടുംബാംഗങ്ങളെല്ലാവരും തന്നെ ധ്യാനമന്ദിരവുമായി വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ജെയ്മിയുടെ ഭാര്യ അത് റാണി ഇവിടെ ആരംഭകാലത്ത് തന്നെ ദീർഘനാളുകൾ ഇവിടെ ശുശ്രൂഷ ചെയ്തിരുന്ന വ്യക്തിയാണ്. കൗൺസിലിങ്ങിൽ ശുശ്രൂഷ ചെയ്തിരുന്ന വ്യക്തിയാണ്. അവരെല്ലാം ആത്മീയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കുടുംബം. എപ്പോഴും വചനവും ശുശ്രൂഷയും അതുപോലെ വേദനിക്കുന്ന മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന ഒരു കുടുംബം, ഒരു അനുഗ്രഹീതമായ കുടുംബം. നമുക്ക് ഇത്ര മനോഹരമായ ആ കുടുംബത്തിലെ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ഈ കുടുംബാംഗങ്ങളോടൊപ്പം ജെയ്മിയോടൊപ്പം നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒത്തിരി അനുഗ്രഹങ്ങൾ ജെയ്മിയിലൂടെ വർഷിക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതാണ് ഈ അവസരത്തിൽ മനസ്സിന് വലിയ ആനന്ദവും സന്തോഷവും തരുന്ന ഒരവസ്ഥ. കാരണം ജെയ്മിയുടെ സ്വർഗീയ മാധ്യസ്ഥം തീർച്ചയായിട്ടും അത് വലിയൊരു അനുഭവമായി തീരും എന്നറിയാം. ഈ അവസരത്തിൽ ജെയ്മിയുടെ കുടുംബാംഗങ്ങളിൽ വേദനിക്കുന്ന കുടുംബാംഗങ്ങൾ അവർക്ക് വേണ്ടി ഞങ്ങൾ ഈ കുർബാനയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു.